ഒരു വർഷത്തെ കാത്തിരിപ്പും പരിശ്രമവും കൊണ്ട് പരമാവധി കാര്യങ്ങൾ ഉൾപ്പെടുത്തി നിർമ്മിച്ചിരിക്കുന്ന പാലക്കുന്ന് ശ്രീ ഭഗവതി ക്ഷേത്രത്തിന്റെ ഡോക്യുമെന്ററി സ്നേഹപുരസരം ഭക്തജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിലും പരമാവധി കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. വിട്ടുപോയ കാര്യങ്ങൾ കുറ്റവും കുറവുമായി കാണാതെ ഈ ഡോക്യുമെന്ററി ഭക്തിയുടെയും സ്നേഹത്തിന്റെയും നല്ല മനസ്സോടെ സ്വീകരിച്ചാലും. ഇത് പാലക്കുന്ന് ശ്രീ ഭഗവതി ക്ഷേത്രം. കാസർഗോഡ് ജില്ലയിൽ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. സ്വദേശത്തും വിദേശത്തും വളരെ അറിയപ്പെടുന്ന ക്ഷേത്രം കൂടിയാണിത്. നൂറ്റാണ്ടുകളുടെ പഴക്കം തന്നെ ഈ ക്ഷേത്രത്തിനുണ്ട്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലപ്പേര് പാലക്കുന്ന് എന്നാണ്. പണ്ട് കുന്നിൻ മുകളിൽ ഒരു പടുകൂറ്റൻ പാലമരമുണ്ടായിരുന്നു. പാലയും കുന്നും ചേർന്ന ദേശം പാലക്കുന്ന് എന്നറിയപ്പെട്ടു. അങ്ങനെയാണ് പാലക്കുന്ന് എന്ന പേരുണ്ടായത് എന്ന് പറയപ്പെടുന്നു. അമ്മ ഭഗവതി യാത്രാവേളയിൽ ക്ഷീണമകറ്റാൻ കുന്നിൻ മുകളിലെ പാലമരച്ചോട്ടിലിരുന്നതായി ഐതിഹ്യം പറയുന്നുണ്ട്. ശ്രീ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ടൗണും പരിസരവും അടങ്ങുന്ന സ്ഥലമാണ് പാലക്കുന്ന്. ഇതേ ടൗണിൽ തന്നെയാണ് റെയിൽവേ സ്റ്റേഷനും. റെയിൽവേ സ്റ്റേഷന്റെ പേര് കോട്ടിക്കുളം എന്നാണ്. പ്രാചീന കേരളത്തിലെ പ്രധാന ഭരണകഴകങ്ങളിൽപ്പെട്ട ഒന്നാണ് പയ്യന്നൂർ കഴകം. വളപട്ടണം പുഴയ്ക്ക് വടക്ക് പയ്യന്നൂർ കഴകത്തിന്റെ കീഴ്ഘടകമായി തീയ സമുദായങ്ങൾ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് ആചാരവിധിപ്രകാരം നടത്തിവരുന്ന 4 കഴകങ്ങളിലൊന്നാണ് പാലക്കുന്ന് കഴകം. മറ്റ് 3 കഴകങ്ങൾ കുറുവന്തട്ട കഴകം, രാമവില്യം കഴകം, നെല്ലിക്കത്തുരുത്തി കഴകം എന്നിവയാണ്. പാലക്കുന്ന് കഴകം ആചാരപരമായ വൈവിധ്യം കൊണ്ട് മറ്റ് കഴകങ്ങളിൽ നിന്ന് വ്യത്യസ്തത പുലർത്തുന്നു. ചന്ദ്രഗിരി പുഴയ്ക്ക് തെക്ക് 64 സ്ഥാനങ്ങൾ തീയ സമുദായക്കാരുടേതായിട്ടുണ്ട്. ചിത്താരിപ്പുഴയ്ക്ക് വടക്ക് അജാനൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഭാഗം, പള്ളിക്കര, ഉദുമ, ചെമ്മനാട് എന്നീ ഗ്രാമപഞ്ചായത്തുകൾ മുഴുവനായും പാലക്കുന്ന് കഴകത്തിൽപ്പെടുന്നുണ്ട്. പാലക്കുന്ന് കഴകത്തിൽപ്പെട്ടതും ആൾക്കൂട്ടത്തിലും ഉത്സവത്തിലും പ്രസിദ്ധവുമായ പാലക്കുന്ന് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീ ചീറുമ്പ ഭഗവതിയാണ് സവിശേഷ പ്രാധാന്യം വഹിക്കുന്നത്. അറബിക്കടൽ തീരത്ത് സമുദ്രത്തിനഭിമുഖമായി നിലകൊള്ളുന്ന തെക്കൻ കാശി എന്നറിയപ്പെടുന്ന തൃക്കണ്ണാട് ശ്രീ ത്രയംബകേശ്വര ക്ഷേത്രത്തിന് വടക്ക് ഭാഗത്ത് 1/2 കിലോമീറ്റർ അകലെയാണ് പാലക്കുന്ന് ശ്രീ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തൃക്കണ്ണാട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് പാലക്കുന്ന് ക്ഷേത്രത്തിന്റെ പുരാവൃത്തം. തൃക്കണ്ണാട് ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പിതാവായ ജമദഗ്നി മഹർഷിയുടെ ആജ്ഞയ്ക്ക് വിധേയമായി മാതാവായ രേണുകാദേവിയെ ശിരച്ഛേദം ചെയ്തതിന്റെ പ്രായശ്ചിത്തമായി ഭാർഗവരാമൻ കേരളക്കരയിൽ പ്രതിഷ്ഠിച്ച 108 ശിവക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് തൃക്കണ്ണാട് ശ്രീ ത്രയംബകേശ്വര ക്ഷേത്രമെന്നാണ് ഐതിഹ്യം. ഗോകർണത്തിന് തെക്ക് കടൽത്തീരത്തുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം. മൺമറഞ്ഞുപോയ പിതാമഹന്മാരുടെ മോക്ഷപ്രാപ്തിക്കു വേണ്ടി പിതൃബലി, ക്ഷേത്രപിണ്ഡം, തർപ്പണം, തിലഹോമം, സമുദ്രസ്നാനം എന്നിവയ്ക്ക് പ്രസിദ്ധമായ സ്ഥലം കൂടിയാണ് സമുദ്രതീരത്തുള്ള തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രം. തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രവുമായി പാലക്കുന്ന് ശ്രീ ഭഗവതി ക്ഷേത്രത്തിനുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. തുളുനാട് ഭരിച്ചിരുന്ന പാണ്ഡ്യരാജാവ് സൈന്യസമേതം 3 കപ്പലുകളിലായി പടിഞ്ഞാറൻ സമുദ്രതീരത്തുകൂടി വടക്കോട്ട് ജൈത്രയാത്ര പോകുമ്പോൾ തൃക്കണ്ണാട് ക്ഷേത്രത്തിലെ ആറാട്ടുത്സവത്തിലും പരിസരത്തെ അസാധാരണമായ ഐശ്വര്യത്തിലും ആകൃഷ്ടനായ രാജാവ് ക്ഷേത്രവും അതിനോട് ബന്ധപ്പെട്ട സ്ഥലങ്ങളും തന്റെ അധീനത്തിലാകണമെന്ന് മോഹിച്ച് ആക്രമണം നടത്തിയെന്നും അതല്ല തൃക്കണ്ണാട് ക്ഷേത്രവും അവിടുത്തെ നിലവറ കൊട്ടാരവും കണ്ട് ശത്രുസങ്കേതമാണെന്ന് തെറ്റിദ്ധരിച്ച് പീരങ്കി വെടിവെച്ചു എന്നും പറയപ്പെടുന്നു. ഏതായാലും പാണ്ഡ്യരാജാവിന്റെ ആക്രമണം
ദിവ്യദൃഷ്ടി കൊണ്ടറിഞ്ഞ ശിവപുത്രിയായ കൊടുങ്ങല്ലൂരമ്മ തന്റെ അടയാളമായ ചൂരക്കോലും ചൂലുമാച്ചിയും മഞ്ഞക്കുറിയും കൊടുത്ത് ഒരു ദൂതനെ സഹായത്തിനയച്ചു. പ്രത്യേക ലക്ഷണത്തോടുകൂടിയ ദൂതൻ ഉച്ചപൂജ സമയത്ത് വടക്ക് ഭാഗത്തുകൂടി ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ച് ശ്രീകോവിലിലെ ക്ഷേത്രതന്ത്രിയിൽ നിന്ന് കൊടിയിലയിൽ 5 തിരിയിട്ട ദീപവും വാങ്ങി സമുദ്രത്തിലൊഴുക്കി. പ്രസ്തുത അഗ്നിയാൽ കടലിൽ നങ്കൂരമിട്ട പാണ്ഡ്യന്റെ 3 കപ്പലുകൾ കത്തി നശിച്ച് കടലിൽ താണു. തൃക്കണ്ണാട് ക്ഷേത്രത്തിന്റെ മുന്നിൽ കടലിൽ കാണുന്ന പാണ്ഡ്യൻ കല്ല് എന്നറിയപ്പെടുന്ന ഈ 3 പാറക്കല്ലുകൾ പാണ്ഡ്യപ്പടയുടെ കത്തിയമർന്ന പടക്കപ്പലുകളുടെ അവശിഷ്ടമാണെന്ന് ഐതിഹ്യം പറയുന്നു. പാണ്ഡ്യരാജാവിന്റെ ആക്രമണത്തിൽ നിന്ന് ദൂതനെ അയച്ച് ക്ഷേത്രത്തെ രക്ഷിച്ച സന്തോഷത്താൽ മുക്കണ്ണൻ തന്റെ മകളെ അനുഗ്രഹിക്കുകയും തന്റെ വലതുഭാഗത്ത് വാസസ്ഥലം നൽകിയെന്നും പാലക്കുന്ന് ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ദേവി തെരഞ്ഞെടുത്തു എന്നുമാണ് ഐതിഹ്യം. പാണ്ഡ്യന്റെ ആക്രമണം അമർച്ച ചെയ്യാനെത്തിയ കൊടുങ്ങല്ലൂരമ്മയുടെ ദൂതൻ തൃക്കണ്ണാട് ക്ഷേത്രത്തിൽ പൂവും തിരിയും സമർപ്പിക്കുന്ന കലശക്കാരന്റെ തറവാട്ടിൽ താമസിച്ചു എന്നും പ്രസ്തുത തീയ തറവാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പാലക്കുന്നിൽ ദേവസ്ഥാനം നിർമ്മിച്ച് മൂത്ത ഭഗവതി, ഇളയ ഭഗവതി, ദണ്ഡൻ, ഖണ്ഡാകർണൻ എന്നീ സാന്നിധ്യങ്ങളെ സങ്കല്പിച്ച് ഇടമന തന്ത്രിമാരാൽ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കപ്പെട്ടതായും രേഖപ്പെടുത്തി കാണുന്നുണ്ട്. മേലെ ക്ഷേത്രത്തിൽ ചീർമ്പ നാൽവർ സാന്നിധ്യം ചെയ്ത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് വിഷ്ണുമൂർത്തിയുടെ ആഗമനമുണ്ടായത്. ഒരു 1000 തിരുനാളിൽ അണിഞ്ഞയിലെ ഒരു ദേവസ്ഥാനത്തു നിന്ന് പുറപ്പെട്ട് എഴുന്നള്ളത്തോടൊപ്പം ചേർന്ന വിഷ്ണുമൂർത്തിക്ക് ക്ഷേത്രത്തിന് കിഴക്ക് ഭാഗത്ത് ചീർമ്പ നാൽവർക്ക് അഭിമുഖമായി സ്ഥാനം നൽകിയെന്നാണ് കേട്ടുകേൾവി. പിന്നീട് ഗുളികനെ കൂടി മേലെ ക്ഷേത്രത്തിൽ സ്ഥാനം നൽകി ആരാധിച്ചു വരുന്നു. ഭണ്ഡാരവീട്ടിൽ മൂവാളംകുഴി ചാമുണ്ടി, പടിഞ്ഞാറ്റ ചാമുണ്ടി എന്നീ ഉപദേവതകളെയും ആരാധിച്ചു വരുന്നുണ്ട്. വർഷത്തിലൊരിക്കൽ പൂരോത്സവത്തിന് ശേഷം വിഷ്ണുമൂർത്തി, മൂവാളംകുഴി ചാമുണ്ടി, പടിഞ്ഞാറ്റ ചാമുണ്ടി എന്നീ കോലങ്ങൾ കെട്ടിയാടാറുണ്ട്. ഇന്നു കാണുന്ന ഈ ക്ഷേത്രം നിലവിൽ വരുന്നതിനു മുമ്പ് ചെറിയ ഒരു ക്ഷേത്രവും വനനിബിഡമായ അന്തരീക്ഷവും തളിർക്കുന്നതും തളിർക്കാത്തതുമായ നാനാതരം വൃക്ഷങ്ങളും വള്ളിപ്പടർപ്പുകളും കൊണ്ട് നിറഞ്ഞ ഒരു കാനനഭൂമിയായിരുന്നു ഇവിടം എന്ന് പറയപ്പെടുന്നു. കാസർഗോഡ് ജില്ലയിലെ അത്യപൂർവ ദൃശ്യങ്ങളിലൊന്നായ ഈ രാജഗോപുരം രൂപഭംഗി കൊണ്ടും വാസ്തുശില്പ കലാചാതുരി കൊണ്ടും 1ാം സ്ഥാനത്താണ്. ക്ഷേത്രത്തിന്റെ മുൻഭാഗത്ത് മെയിൻ റോഡിന് സമീപമാണ് ഇത് നിലകൊള്ളുന്നത്. 1998 ഇത് നിർമ്മിച്ചത്. ക്ഷേത്രത്തിന്റെ ആത്മീയ ചൈതന്യത്തിന് ഇത് മാറ്റുകൂട്ടുന്നു. ഈ പടുകൂറ്റൻ രാജഗോപുരത്തിന് 55 അടി ഉയരമുണ്ട്. ഇതിൽ 146 ദേവീദേവന്മാരുടെ പ്രതിമകളുണ്ട്. മറ്റൊരു പ്രത്യേകതയാണ് ക്ഷേത്രത്തിലെ ഈ മേൽമാട്. പാലക്കുന്ന് ശ്രീഭഗവതി ക്ഷേത്രത്തിലെ 3 പള്ളിയറകളും തിരുമുറ്റവും അടങ്ങുന്ന 47 അടി അങ്കണത്തിന് വാസ്തുവിധി പ്രകാരം നിർമ്മിച്ച മേൽമാട് സമർപ്പണം നടന്നത് 2010 ഡിസംബർ 24 ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ KU പത്മനാഭൻ തന്ത്രി ഉച്ചില്ലം അവരുടെ കാർമ്മികത്വത്തിൽ തിരുവനന്തപുരം സാളഗ്രാമം ആശ്രമാധിപതി സ്വാമി സന്ദീപാനന്ദഗിരി അവർകളാണ് മേൽമാട് സമർപ്പണ ചടങ്ങ് നിർവഹിച്ചത്. ഏത് കാലാവസ്ഥയിലും ഉത്സവ വിശേഷങ്ങൾ ഭംഗമില്ലാതെ നടത്തുന്നതിന് സഹായകമാകുന്നതോടൊപ്പം കൊത്തുപണികളാൽ അലങ്കൃതമായ പള്ളിയറകൾ കോട്ടം കൂടാതെ സംരക്ഷിക്കാനും മേൽമാടം കൊണ്ട് സാധിക്കും. മധ്യത്തിലൊന്നും തൂണുകളില്ലാതെ ക്ഷേത്ര ചുറ്റുമതിലിനോട് ചേർന്ന് 12 തൂണുകളിലാണ് ഇത് നിർമ്മിച്ചത്. 3 നിലകളിലായി 27 മീറ്റർ ഉയരമുണ്ട് ഇതിന്. ഇറക്കുമതി ചെയ്ത വിദേശ നിർമ്മിത ലോഹ തകിടുകൾ പാകിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ സാമ്പത്തിക പുരോഗതി നേടിയ സ്ഥലങ്ങളിൽ 1ാമത് പാലക്കുന്നാണ്. വിദ്യയുടെയും ധനത്തിന്റെയും ദേവതയായ സർവശക്തി സ്വരൂപിണി ശ്രീ പാലക്കുന്നമ്മയുടെ അനുഗ്രഹ ആശസ്സുകൾ കൊണ്ടാണ് ഈ പ്രദേശം ഇത്രയും ഐശ്വര്യസമൃദ്ധമായതെന്ന് കരുതപ്പെടുന്നു. ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശമേറ്റ മണ്ണാണിത്. ഗുരുദേവൻ മംഗലാപുരത്തേക്കുള്ള യാത്രാമധ്യേ പാലക്കുന്ന് ക്ഷേത്രം സന്ദർശിക്കുകയും 40 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ പുരോഗതി ഉണ്ടാകുമെന്ന് പറയുകയുണ്ടായി. ഇത് ഫലത്തിൽ സത്യമായി ഭവിച്ചു. ക്ഷേത്രസ്ഥാനികന്മാരും കർമ്മികളും പുടവനാട് അതിർത്തിയായ ചിത്താരി എന്നറിയപ്പെടുന്ന ചിറ്റരി അഴിമുഖം മുതൽ കീഴൂർ അഴിമുഖം വരെയും കിഴക്ക് കല്ലടകുറ്റി വരെയുമുള്ള 10 ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന കീഴ്ത്തറ, മേൽത്തറ, പെരുമുടിത്തറ
എന്നീ പൗരാണിക അടിസ്ഥാന നാമങ്ങളിൽ അറിയപ്പെടുന്ന സ്ഥലപരിധിയിൽപ്പെട്ട തീയ സമുദായാംഗങ്ങൾ ഉൾപ്പെടുന്ന പാലക്കുന്ന് കഴകത്തിലെ പ്രധാന ക്ഷേത്രമായ പാലക്കുന്ന് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന കർമ്മി പൂജാരിയാണ്. പൂജാരി മുതൽ പൂരക്കളി പണിക്കർ വരെ നീളുന്ന 22 സ്ഥാനികന്മാരുണ്ട്. കർമ്മികളായി 4 കാരണവന്മാർ: മൂത്ത ഭഗവതിയുടെ കാരണവർ, ഇളയ ഭഗവതിയുടെ കാരണവർ, ദണ്ഡൻ ദേവന്റെ കാരണവർ, ഖണ്ഡാകർണൻ ദേവന്റെ കാരണവർ എന്നിവരും നർത്തകരായ 4 ആയത്താർമാർ എന്നിവരും. മൂത്ത ഭഗവതിയുടെ ആയത്താർ, ഇളയ ഭഗവതിയുടെ ആയത്താർ, ദണ്ഡൻ ദേവന്റെ ആയത്താർ, ഖണ്ഡാകർണൻ ദേവന്റെ ആയത്താർ എന്നിവരും കൂടാതെ വിഷ്ണുമൂർത്തിയുടെ നർത്തകനും കളം വരയ്ക്കൽ സ്തുതി ചൊല്ലൽ കർമ്മങ്ങൾക്ക് കളക്കാരനും കലശമെഴുന്നള്ളിക്കാൻ കലശക്കാരനും ചേർന്നതാണ് പ്രധാന കർമ്മികൾ. ഉപകർമ്മികളായി 4 നാലിട്ടുകാരന്മാർ: മൂത്ത ഭഗവതിയുടെ നാലിട്ടുകാരൻ, ഇളയ ഭഗവതിയുടെ നാലിട്ടുകാരൻ, ദണ്ഡൻ ദേവന്റെ നാലിട്ടുകാരൻ, ഖണ്ഡാകർണൻ ദേവന്റെ നാലിട്ടുകാരൻ എന്നിവരാണ് 4 പേർ. തറയിൽ വീടുകളിൽ നിന്ന് ഓരോ തറയിൽ കാരണവന്മാർ: കീഴ്ത്തറ, മേൽത്തറ, പെരുമുടിത്തറ എന്നിങ്ങനെ 3 പേരും ഉത്സവാദി കാര്യങ്ങൾ നിറവേറ്റാനായി 4 വീട്ടുകാരും കീഴ്ത്തറ, മേൽത്തറ, പെരുമുടിത്തറ എന്നീ 3 തറയിൽ നിന്നും ഓരോ ഉപതറയിൽ കാരണവന്മാരും ചേർന്നതാണ് 22 അച്ഛന്മാർ. മുങ്ങത്ത്, കറ്റിട്ട, പൊളിയപ്രം, പുന്നക്കോടൻ എന്നീ 4 നായർ തറവാട്ടുകാരാണ് ക്ഷേത്രം കോയ്മമാർ. കഴകം അടിച്ചുതളിക്കാർ: ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തിൽ സൂചിപ്പിക്കപ്പെട്ട ദേവീദൂതൻ നീർവേട്ട സമുദായക്കാരനായിരുന്നു. പ്രസ്തുത ദേവീദൂതന്റെ പിന്മുറക്കാരായ നീർവേട്ട സമുദായക്കാരാണ് ഉത്സവകാലങ്ങളിൽ അടിച്ചു തളിക്കുന്നതും ഭരണി മഹോത്സവത്തിൽ ഭൂതബലിപ്പാട്ട് നടത്തുന്നതും. ഭരണസമിതി: പാലക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിന്റെ ഭരണനിർവഹണം ജനാധിപത്യ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായും സുതാര്യതയും പരസ്പര സൗഹൃദത്തിൽ വേരൂന്നിയുള്ളതുമാണ്. 54 വർഷം മുമ്പ് സമുദായ അംഗങ്ങൾ മഹായോഗം ചേർന്ന് പാലക്കുന്ന് ശ്രീ ഭഗവതി ക്ഷേത്ര ഭരണസമിതിക്ക് രൂപം നൽകി. യോഗീശ്വരനായ ശ്രീ അപ്പുട് പൂജാരി അവർകൾ 1957 നവംബർ 15-ാം തീയതി ക്ഷേത്രത്തിന്റെ പരിപൂർണ അവകാശം 3 തറയിലെ തീയ സമുദായ അംഗങ്ങൾക്ക് കൈമാറി. ഭരണസമിതി രൂപീകൃതമായത് 24/12/57-നാണ്. ശ്രീ കണ്ണംവയൽ കുഞ്ഞിരാമൻ അവർകൾ അധ്യക്ഷനായി അഡ്വോക്ക് കമ്മിറ്റി ഭരണഘടന അനുസൃതമായി തെരഞ്ഞെടുപ്പ് നടത്തുകയും 7/1/58 യശശരീരനായ ശ്രീ മുള്ളൻ അപ്പുകുഞ്ഞിക്കാരനവർ പ്രസിഡന്റായുള്ള ക്ഷേത്ര ഭരണസമിതിക്ക് അധികാരം കൈമാറുകയും ചെയ്തു. 1983 ക്ഷേത്ര ഭരണസമിതിയുടെ സിൽവർ ജൂബിലി സമുചിതമായി ആഘോഷിക്കുകയുണ്ടായി. 2008 ഗോൾഡൻ ജൂബിലിയും ആഘോഷിച്ചു. ഭരണസമിതിയുടെ കാലാവധി 3 വർഷമാണ്. ഓരോ 3 വർഷത്തിലും തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ ഭരണസമിതി ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നു. ഇപ്പോഴുള്ള ഈ ഭരണസമിതി 2012 നിലവിൽ വന്നതാണ്. CH നാരായണൻ പ്രസിഡന്റ്, PV അശോക് കുമാർ ജനറൽ സെക്രട്ടറി, T കണ്ണൻ വൈസ് പ്രസിഡന്റ്, കൃഷ്ണൻ ചട്ടഞ്ചാൽ വൈസ് പ്രസിഡന്റ്, കൃഷ്ണൻ പാത്തിക്കാൽ സെക്രട്ടറി, അഡ്വക്കേറ്റ് K ബാലകൃഷ്ണൻ സെക്രട്ടറി, PK വാസു ട്രഷറർ എന്നിവരാണ് മറ്റു ഭാരവാഹികൾ. ക്ഷേത്ര ഭരണസമിതിയുടെ ഉപഘടകങ്ങളായ ക്ഷേത്ര വിദ്യാഭ്യാസ സമിതി, ക്ഷേത്ര UAE കമ്മിറ്റി, ക്ഷേത്ര ബഹ്റിൻ കമ്മിറ്റി, പാലക്കുന്ന് ഭഗവതി സേവാ സംഘം, പാലക്കുന്ന് ശ്രീ ഭഗവതി സേവാ സീമൻസ് അസോസിയേഷൻ, അംബിക പരിപാലന സംഘം എന്നിവയുടെ പ്രവർത്തനം മാതൃകാപരമാണ്. ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് UAE കമ്മിറ്റി മാതൃകയായിട്ടുണ്ട്. കൂടാതെ ക്ഷേത്രത്തിന് കീഴിൽ നിലവിൽ 28 പ്രാദേശിക സമിതികൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇവ ക്ഷേത്രത്തിന്റെ വികസനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു. പല പ്രാദേശിക സമിതിക്കും സ്വന്തം പ്രദേശത്ത് സ്വന്തമായി ഓഫീസ് കെട്ടിടങ്ങളും ലക്ഷങ്ങളുടെ ആസ്തിയുമുണ്ട്. ഭക്തജനങ്ങളുടെ സൗകര്യാർത്ഥം ഒട്ടനവധി വികസന പദ്ധതികൾ ഭണ്ഡാര വീട്ടിലും മേലെ ക്ഷേത്രത്തിലും നടത്തിയിട്ടുണ്ട്. ക്ഷേത്രം വക ഷോപ്പിംഗ് കോംപ്ലക്സ്, അംബിക പരിപാലന സംഘത്തിന് കീഴിൽ അംബിക ഓഡിറ്റോറിയം, ക്ഷേത്രം ഭണ്ഡാര വീടിനോട് ചേർന്നുള്ള അഗ്രശാല എന്നിവ ഇക്കൂട്ടത്തിൽപ്പെടുന്നു. ചിങ്ങമാസം എല്ലാ ദിവസവും അഗ്രശാലയിൽ ഭക്തർക്ക് ഉച്ചഭക്ഷണം നൽകാറുണ്ട്. മറ്റു മാസങ്ങളിൽ കൂട്ടം ചടങ്ങ് ദിവസമായ ചൊവ്വയും വെള്ളിയും, അടിച്ചുതളി ദിവസമായ ബുധൻ വ്യാഴം ദിവസങ്ങളിലും അന്നദാനമായി ഉച്ചഭക്ഷണം നൽകി വരുന്നുണ്ട്. വിദ്യാഭ്യാസ സമിതിയുടെ കീഴിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
സാംസ്കാരിക കേരളത്തെ ഇളക്കിമറിച്ച ശ്രീനാരായണ ഗുരുദേവന്റെ സംഘടന കൊണ്ട് ശക്തരാവുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന സന്ദേശം പാലക്കുന്ന് ശ്രീ ഭഗവതി ക്ഷേത്ര പരിധിയിലുള്ളവരെ സംബന്ധിച്ച് വലിയ മാറ്റത്തിന് നാന്ദി കുറിച്ച മുദ്രാവാക്യമായിരുന്നു. ഗുരുദേവന്റെ ഈ സന്ദേശത്തെ പ്രവൃത്തിപഥത്തിലെത്തിക്കുവാൻ ഈ പ്രദേശത്തെ അന്നത്തെ ചെറുപ്പക്കാർ 1967 ഒക്ടോബർ 18 പാലക്കുന്ന് ശ്രീ ഭഗവതി ക്ഷേത്ര വിദ്യാഭ്യാസ സമിതിക്ക് ജന്മം നൽകി. പരേതനായ എച്ച് ഗോപാലൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ചേർന്ന ജനറൽ ബോഡി യോഗം നിയമാവലിയും ഭരണഘടനയും അംഗീകരിച്ച് 1968 മെയ് മാസം 31 കണ്ണൂർ ജില്ലാ രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് സമിതി രജിസ്റ്റർ ചെയ്തു. അക്ഷരം അമ്മയാണ്, അക്ഷരം അഗ്നിയാണ്. അറിഞ്ഞ് ഉപയോഗിക്കുന്നവർക്ക് അത് ആയുധമാണ്. അതിനായി 1971 ഒരു ലൈബ്രറിക്ക് രൂപം നൽകി. അംബിക ലൈബ്രറി എന്ന പേരും നൽകി. വിദ്യാഭ്യാസ സമിതി 1979 കൊച്ചുകുട്ടികൾക്കായി ഒരു നഴ്സറി സ്കൂൾ വാടക കെട്ടിടത്തിൽ ആരംഭിച്ചു. 1985 പ്രാഥമിക ക്ലാസുകൾ ആരംഭിച്ചു. ഇപ്പോൾ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന അംബിക ഇംഗ്ലീഷ് മീഡിയം സ്കൂളായി. പാലക്കുന്ന് ക്ഷേത്രത്തിന് സമീപം സ്വന്തം കെട്ടിടത്തിൽ ഇത് പ്രവർത്തിക്കുന്നു. 1982 നവംബറിൽ അംബിക ആർട്സ് കോളേജ് നിലവിൽ വന്നു. നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിൽ എടുത്തു പറയത്തക്ക വിധം സ്കൂളും കോളേജും സ്ഥാനം നേടിക്കഴിഞ്ഞു. ക്ഷേത്ര ഭരണസമിതി നേരിട്ട് നടത്തുന്ന 2 LP സ്കൂളുകളുണ്ട്. ഒന്ന് ഉദുമ പടിഞ്ഞാറ് അംബിക ALP സ്കൂൾ. 5ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം ഇവിടെയുണ്ട്. രണ്ടാമത്തേത് കരിപ്പടി ALP സ്കൂളാണ്. പഠന പാഠ്യേതര പ്രവർത്തനങ്ങളിൽ ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു മാതൃകാ വിദ്യാലയമാണിത്. ഇവിടെ 4ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം നൽകി വരുന്നു. 1ാം ക്ലാസ്സിൽ പ്രവേശനം നേടുന്ന കുട്ടികൾക്ക് ക്ഷേത്ര ഭരണസമിതി വക സൌജന്യ യൂണിഫോം, സ്കൂൾ ബാഗ്, പുസ്തകങ്ങൾ, യാത്രാ സൌകര്യം എന്നിവ നൽകി വരുന്നുണ്ട്. ഇവിടുത്തെ ഉത്സവങ്ങളും വിശേഷങ്ങളും ഒന്ന് കാണേണ്ടതാണ്. തുലാമാസത്തിലെ 10ാം ഉദയം, ധനുമാസത്തിലെ മറുപുത്തരി, പ്രധാന ചടങ്ങായ തേങ്ങയേറ്, ധനുവിലെയും മകരത്തിലെയും കലം കനിപ്പ്, കുംഭത്തിലെ ഭരണി മഹോത്സവം, മീനത്തിലെ പൂരം എന്നിവയാണ് പ്രധാന ഉത്സവങ്ങൾ. മാസസംക്രമം, ചൊവ്വ വെള്ളി ദിവസങ്ങളിലെ കൂട്ടമടിയന്തിരം, ബുധൻ വ്യാഴം ദിവസങ്ങളിലെ അടിച്ചുതളി സമാരാധന, ശനിയാഴ്ചകളിൽ തിരുസന്നിധിയിൽ ഭജന, ചിങ്ങത്തിലെ നന്ദാർ ദീപം, പൂരം കഴിഞ്ഞ് ഉത്രവിളക്ക്, ഭണ്ഡാരവീട്ടിൽ തെയ്യക്കോലം, വിഷുക്കണി എന്നിവ മറ്റ് വിശേഷങ്ങളിൽപ്പെടുന്നു. തേങ്ങയേറ്, വ്രതശുദ്ധരായ ഭക്തന്മാർ തങ്ങളുടെ പ്രാർത്ഥനയായി കൊണ്ടുവരുന്ന നാളീകേരങ്ങൾ ദേവീദേവന്മാരെയും തൃക്കണ്ണാടപ്പനെയും മനസ്സിൽ ധ്യാനിച്ച് ഭക്ത്യാദരപൂർവ്വം ചെണ്ടമേളങ്ങളുടെ അകമ്പടിയോടെ തേങ്ങാക്കല്ലിൽ എറിഞ്ഞുടയ്ക്കുന്നു. ശുദ്ധവും തവളമൂത്രമൊഴിക്കാത്തതുമായ ജലമാണ് തേങ്ങാവെള്ളം. ഈ വെള്ളം കൊണ്ട് ആദിത്യൻ പാദം കുളിർപ്പിക്കുക എന്ന ചടങ്ങാണ് ഭക്തന്മാരുടെ തേങ്ങയേറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ വർഷവും ക്ഷേത്രസന്നിധിയിൽ അഖണ്ഡനാമജപയജ്ഞം നടത്താറുണ്ട്. ധനുമാസം 30 മകരസംക്രമ നാളിൽ സൂര്യോദയം മുതൽ പിറ്റേന്ന് മകരമാസം 1-ാം തീയതി സൂര്യോദയം വരെ ഹരേ രാമ ഹരേ കൃഷ്ണ നാമജപങ്ങൾ മുഴുനീളെ കേൾക്കാം. കർക്കിടകത്തിന്റെ ഇരുളിൽ ധ്യാന നിമഗ്നയായിരുന്ന ആദിപരാശക്തിയുടെ തിരുനട പൊന്നിൻ ചിങ്ങമാസം സംക്രമത്തിൽ നന്ദാർ ദീപത്തിനായി തുറക്കുന്നു. മൂലപ്രകൃതിയായ സാക്ഷാൽ മഹാമായ നമുക്കേവർക്കും മാതാവാണ്. ആ മാതാവിന്റെ അപദാനങ്ങൾ വാഴ്ത്തിപ്പാടുകയെന്നത് അമൃതസമാനമായ ദിവ്യാനുഭൂതിയാണ്. മനസ്സിനെ മലിനമാക്കുന്ന രാഗദ്വേഷങ്ങളെയും കാമക്രോധ ലോഭമോഹങ്ങളെയും മറ്റ് ആസുരഭാവങ്ങളെയും മാറ്റി വിശുദ്ധി നേടാൻ ദേവീസ്തോത്രങ്ങൾക്ക് കഴിയും. ഇതിനായി എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം സന്ധ്യാദീപത്തിന് ശേഷം ക്ഷേത്ര ഭജന സമിതി തിരുസന്നിധിയിൽ ഭജന നടത്തിവരുന്നു. ഭജനയിൽ പങ്കെടുക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും പായസം പ്രസാദമായി നൽകാറുണ്ട്. പാലക്കുന്ന് ശ്രീ ഭഗവതി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു 10-50-55 കൊല്ലത്തെ പരിചയം എനിക്കുള്ളൂ. ആദ്യമായിട്ട് ക്ഷേത്രത്തിൽ ഞാൻ എൻ്റെ അച്ഛൻ്റെ ഒന്നിച്ച് അവിടെ ഒരു കലശാട്ടിന് പോയിരുന്നു. അതിനുശേഷം അച്ഛൻ്റെ കാലത്തിന് ശേഷം രണ്ടാമതൊരു കലശത്തിനും ജ്യേഷ്ഠൻ്റെ ഒന്നിച്ചും, അതിനുശേഷം 2 തവണ
ഞാൻ സ്വയം ആ ക്ഷേത്രത്തിലെ കലശാദി കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ ബേക്കലം, കോട്ടിക്കൊല്ലം, പള്ളിക്കര മുതലായ സ്ഥലങ്ങളിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലേക്കും തന്ത്രികൾ നമ്മളാണെങ്കിലും ആ ക്ഷേത്രങ്ങളിലെ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് പാലക്കുന്നിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ക്ഷേത്രത്തിൽ സാധാരണ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും ഈ വ്യക്തിവൈരാഗ്യം അല്ലെങ്കിൽ ഇന്നത്തെ ഈ രാഷ്ട്രീയം കൊണ്ടുള്ള കളി ഇതെല്ലാം നിമിത്തം പല ക്ഷേത്രങ്ങളിലും അതിൻ്റെ പുരോഗതി തടസ്സപ്പെട്ട് ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ നേരെ മറിച്ച് ഈ പാലക്കുന്നിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഒരു ജനസമൂഹത്തിൻ്റെ ഒരു ആരാധ്യ മൂർത്തിയായിട്ടാണ് ഈ പാലക്കുന്ന് ക്ഷേത്രത്തെ കാണുന്നത്. അവിടെ ഇപ്പം ഈ ഇത്രയും വലിയ ഒരു ജനസമൂഹത്തിൻ്റെ ഇടയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ജനങ്ങളും എല്ലാ തരത്തിലുള്ള വ്യവഹാരങ്ങൾ ചെയ്യുന്ന ജനങ്ങളും എല്ലാം ഉണ്ടെങ്കിലും ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളമുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇവർ കക്ഷി രാഷ്ട്രീയമോ അല്ലെങ്കിൽ വ്യക്തിവൈരാഗ്യമോ അല്ലെങ്കിൽ പിന്നെ സ്വന്തമായിട്ടുള്ള ഒരു അധികാരഭ്രമോ ഇതൊന്നും കാണിക്കാതെ കണ്ട് ഒത്തൊരുമയോടുകൂടി ആ ക്ഷേത്രത്തെ അഭിവൃദ്ധിപ്പെടുത്തി ഇത്രയും നല്ല നിലയിലെത്തിച്ച സമുദായ ക്ഷേത്രം അവിടെ ഈ എന്ന് പറഞ്ഞാൽ സാധാരണ ഇപ്പോൾ കേരളത്തിൻ്റെ അതിരി മഞ്ചേശ്വരം മുതൽ കാഞ്ഞങ്ങാട്, നീലേശ്വരം വരെയുള്ള ആ ഒരു ഏരിയയിൽ ഇത്രയും അഭിവൃദ്ധിപ്പെട്ട ഒരു ക്ഷേത്രം ഞാൻ മനസ്സിലാക്കിയിട്ടൊന്നും വേറെയില്ല. ഒന്നാമതായിട്ട് ആ ഒത്തൊരുമ, ഇവരുടെ ജനങ്ങളുടെ ഒത്തൊരുമ, ഭരണാധികാരികളുടെ ഒത്തൊരുമ, കൂടാതെ കണ്ട് ആ ക്ഷേത്രത്തിൻ്റെ പൂർവിക പാരമ്പര്യം അത് അണുവിട തെറ്റാതെ കണ്ട് അവർ ഇന്നും പരിപാലിച്ചു വരുന്നു എന്നുള്ളത് ഒരു മഹാ സംഭവമായിട്ട് തന്നെ കണക്കാക്കേണ്ടിയിരിക്കും. ഉത്സവങ്ങളിൽ എടുത്തു പറയേണ്ട ഒന്നാണ് കലംകനിപ്പ്. മഹാനിവേദ്യം, കലംകനിപ്പ് മഹാനിവേദ്യ ചടങ്ങ് നടക്കുകയാണ്. മകരത്തിലെ കലംകനിപ്പിന് കൊല്ലം കഴിയുന്തോറും ജനം വർദ്ധിച്ച് ജനപ്രവാഹം തന്നെ ആവുകയാണ് ക്ഷേത്രസന്നിധി. തെക്കൻ കേരളത്തിലെ പൊങ്കാല സമർപ്പണത്തിന് സമാനമായി കലംകനിപ്പ് മഹാനിവേദ്യ സമർപ്പണം നടക്കുകയാണിവിടെ. കാസർഗോഡ് ജില്ലയിലെ നാനാഭാഗങ്ങളിൽ നിന്നും ഒരു ദിവസത്തെ അന്നാഹാര വ്രതമെടുത്ത് വ്രതശുദ്ധിയോടെ അമ്മമാരും കന്യകമാരും ഒന്നുചേർന്ന് ഘോഷയാത്രയായി വന്ന് ആയിരക്കണക്കിന് ജനങ്ങൾ ഭക്തിയോടും ശ്രദ്ധയോടും നിഷ്ഠയോടും കൂടി താളവാദ്യങ്ങൾ മുഖരിതമാകുന്ന അന്തരീക്ഷത്തിൽ അമ്മ ഭഗവതി ദേവിക്ക് സമർപ്പിക്കുകയാണ്. സുദീർഘമംഗല്യത്തിനും സ്നേഹസന്തോഷം തുളുമ്പുന്ന ഐശ്വര്യപൂർണമായ കുടുംബത്തിനും രോഗശാന്തിയും ലക്ഷ്യമാക്കിക്കൊണ്ട് കലംകനിപ്പിനായി തിരുസന്നിധിയിലെത്തുന്നു. തിരുമുറ്റത്ത് കലംകനിപ്പിനായി വലിയ വട്ടളങ്ങളിൽ തേങ്ങ ചിരവിയിട്ട് അരി വേവിക്കാൻ തുടങ്ങുന്നതോടെ കലംകനിപ്പിന് തുടക്കമായി. വെറ്റില, അടയ്ക്ക, അരിപ്പൊടി, ശർക്കര, തേങ്ങ, അരി തുടങ്ങിയവ പുത്തൻ കലത്തിലാക്കി ഇലകൊണ്ട് വായ മൂടിക്കെട്ടി കുരുത്തോലയും പിടിച്ച തലച്ചുമടായി സ്ത്രീകൾ ക്ഷേത്രസന്നിധിയിൽ വന്ന് സമർപ്പിക്കുകയാണ്. കലംകനിപ്പിന് വന്ന കലവും സാധനവും ഒരു ഭാഗത്തുകൂടെ അടുപ്പിച്ച് നിരത്തിവെക്കുന്നു. ആദ്യമാദ്യം വന്ന കലത്തിലെ സാധനങ്ങൾ ഒരു വശത്തൂടെ മാറ്റുന്നു. സാധനം ഒഴിവാക്കുന്ന കലം ചൂട് കഞ്ഞി അടുപ്പത്ത് വട്ടളത്തിൽ നിന്ന് കോരി ഒഴിക്കുന്നതിന് കൊണ്ടുവയ്ക്കുന്നു. കലത്തിൽ ചൂട് കഞ്ഞി ഒഴിക്കുന്ന മുറയ്ക്ക് അതെടുത്ത് ഒരു വശത്തൂടെ അടുപ്പിച്ച് കൊണ്ടുവയ്ക്കുന്നു. ഉച്ചയാകുമ്പോഴേക്കും
ക്ഷേത്രത്തിന്റെ 4 മുറ്റം നിറയെ കലം കൊണ്ട് നിറഞ്ഞിരിക്കും. കലം കനിപ്പ് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് കലം കനിപ്പിന് വന്നവരൊക്കെ കലമെടുത്തുകൊണ്ടു പോകുന്നത്. രാവിലെ ആകുമ്പോഴേക്കും കലത്തിലെ കഞ്ഞി കട്ടച്ചോറായിട്ടുണ്ടാകും. മാത്രമല്ല, കലങ്കനിപ്പിന് വരുമ്പോൾ കൊണ്ടുവന്ന കുരുത്തോലയിൽ തേങ്ങ, വെല്ലം, അരിപ്പൊടി എന്നിവ ചേർത്ത നിരിപ്പുവട ചുട്ടുവച്ചിട്ടുണ്ടാകും. ദണ്ഡൻ ദേവന്റെ പ്രസാദമായിട്ടാണ് ഈ വട നൽകുന്നത്. സമർപ്പിത ചേതസ്സുകളായ പരസഹസ്രം സ്ത്രീകൾ ദേവിയുടെ സന്നിധിയിൽ ഭക്തിഭാവ പ്രണവമായി കലങ്കനിപ്പ് മഹാനിവേദ്യം സമർപ്പിക്കുകയാണ്. സമൃദ്ധവും സംസ്കാര സമ്പന്നവും ആത്മീയത ഉറഞ്ഞു വർഷിക്കുന്നതുമായ പാലക്കുന്ന് പ്രദേശത്ത് പവിത്രതമമായ ഈ ഭൂമിയിൽ മഹാദേവിക്ക് സ്ഥാനം നൽകി ദുർഗാവിലാസം കീർത്തിച്ചവരാണ്. ജാതീയമായ വിഭാഗീയതകളില്ലാതെ ഏകയോഗക്ഷേമത്തിന്റെ ചന്ദനഗന്ധം പ്രസരിച്ചു നിൽക്കുന്നതും ധൂളി ധൂപരസങ്ങൾ അണിഞ്ഞുള്ളതുമായ ദൈവിക സ്ഥാനം അതാണിവിടം. സബോധമല്ലെങ്കിലും പ്രായശ്ചിത്ത മനോഭാവത്തോടെ തൃച്ചേവടികളിൽ ദീർഘദണ്ഡം പ്രണമിച്ച് മഹാമായയായ പാലക്കുന്നമ്മയ്ക്ക് കലത്തിൽ സമർപ്പിക്കുന്ന ഹൃദയനിവേദ്യമായി ഇവിടെ രൂപാന്തരമണിയുന്നു. മാനവരാശിയുടെ നാളെയുടെ ജീവിതം ഇവിടെ പ്രകാശമണിയട്ടെ, ധന്യമായി പരിണമിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മുൻകാലങ്ങളിൽ ക്ഷേത്ര ഭരണം ക്ഷേത്ര സ്ഥാനീകന്മാർ ശ്രീ അപ്പുടി പൂജാരി അവരുടെ നേതൃത്വത്തിലായിരുന്നു വന്നിരുന്നത്. 1957 നവംബർ 15-ാം തീയതി ക്ഷേത്ര ഭരണത്തിൻ്റെ സർവ അധികാരങ്ങളും ശ്രീ ക്ഷേത്ര 3 തറയിൽപ്പെട്ട തീയ സമുദായ അംഗങ്ങൾക്ക് കൈമാറി. ക്ഷേത്ര ഭരണസമിതിയുടെ പ്രവർത്തനം വളരെ മാതൃകാപരമായാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ക്ഷേത്ര ഭരണസമിതിയുടെ ഉപസമിതികളായ ക്ഷേത്ര വിദ്യാഭ്യാസ സമിതി, ക്ഷേത്ര UE കമ്മിറ്റി, ക്ഷേത്ര ബഹറിൻ കമ്മിറ്റി, ക്ഷേത്ര സീമെൻസ് അസോസിയേഷൻ, ക്ഷേത്ര ഭഗവതി സേവാ സംഘം തുടങ്ങിയ ഉപസമിതികളുടെ പ്രവർത്തനം ക്ഷേത്ര ഭരണസമിതിയെ ഏറെ സഹായിച്ചിട്ടുണ്ട്. ഉത്സവങ്ങളിൽ എടുത്തു പറയേണ്ടതും കാസർഗോഡ് ജില്ലയിലെ ജനസംഗമം കൊണ്ടും ഏറ്റവും വലുതുമായ ഉത്സവങ്ങളിൽ ഒന്നാണ് പാലക്കുന്ന് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവം. തൃശൂർ പൂരത്തെ അനുസ്മരിപ്പിക്കുന്ന ഉത്സവമാണ് ഭരണി ഉത്സവം. തൃക്കണ്ണാടപ്പന്റെ ഉത്സവം കൊടിയിറങ്ങിയ ശേഷം പൂർവ്വവിധി പ്രകാരമുള്ള കമ്പയും കയറും കൽപ്പിച്ചു നൽകുന്ന മറ്റവകാശങ്ങളും ഏറ്റുവാങ്ങി ഉപയോഗിച്ചു വേണം പാലക്കുന്നിൽ കൊടിയേറ്റം നടത്താൻ. കുംഭമാസത്തിലെ കറുത്തപക്ഷ പഞ്ചമിക്കാണ് തൃക്കണ്ണാട് ശ്രീ ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ ആറാട്ട് മഹോത്സവത്തിന് കൊടിയേറ്റം. തിടമ്പ് നൃത്തം ഉൾപ്പെടെ ഗംഭീരമായ 7 ദിവസമാണ് ഉത്സവം. 7-ാം ദിവസമായ ഉത്സവ സമാപന ദിവസം വൈകുന്നേരം ആറാട്ടിന് ക്ഷേത്രത്തിൽ നിന്ന് ആറാട്ടുകടവിലേക്ക് പോകുന്നു. ആറാട്ടുകടവിൽ ചെന്ന് ആറാട്ട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കൂടെ പോയി കമ്പയും കയറും വാങ്ങിക്കുന്നതിന് ഭണ്ഡാര വീട്ടിൽ ചീർമ്പനാൽവരുടെയും വിഷ്ണുവിന്റെയും നർത്തകന്മാരും അകമ്പടി സേവിക്കുന്നതിന് നിരവധി ജനങ്ങളും തമ്പടിച്ചു നിൽക്കുകയാണ്. രാത്രി 9 മണിയോടെ തൃക്കണ്ണാടപ്പന്റെ തിടമ്പുമായുള്ള തിരിച്ചെഴുന്നള്ളത്ത് ഭണ്ഡാര വീട്ടിന് സമീപമെത്തി. ഭണ്ഡാര വീട്ടിൽ തയ്യാറായി നിൽക്കുന്ന നർത്തകന്മാർ കൂടെ പോവുകയാണ്. രാത്രി 10 മണിയോടെ എഴുന്നള്ളത്ത് തൃക്കണ്ണാട് ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കുന്നു. പാലക്കുന്ന് ഭണ്ഡാര വീട്ടിൽ നിന്നും അകമ്പടി സേവിച്ച് പുറപ്പെട്ട പാലക്കുന്ന് ശ്രീ ചീറുമ്പനാൽവരുടെയും വിഷ്ണുവിന്റെയും നർത്തകന്മാർ ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കാതെ ക്ഷേത്രത്തിന്റെ പ്രധാന കവാടത്തിൽ ദണ്ഡപടി യജ്ഞം നടത്തുന്നു. ഇവിടെ കൊടിയിറങ്ങിയ ശേഷം കിട്ടുന്ന കമ്പയും കയറും വാങ്ങിക്കാനാണ് ഈ യജ്ഞം നടത്തുന്നത്. ആറാട്ട് മഹോത്സവത്തിന്റെ പരിസമാപ്തി വേളയിൽ പുലർച്ചെ കൊടിയിറങ്ങുന്നതുവരെ ഈ കവാടത്തിൽ യജ്ഞം തുടരും. ഈ പ്രധാന കവാടത്തിലൂടെ അതുവരെ ആരെയും അകത്ത് പ്രവേശിപ്പിക്കാറില്ല. ഈ യജ്ഞത്തിന് ശേഷം പുലർച്ചെ 4 മണിയോടെ കൊടിയിറക്കം കഴിഞ്ഞ് തൃക്കണ്യാവിലപ്പൻ അനുവദിച്ച കമ്പയും കയറും സ്വീകരിച്ച ശേഷം പാലക്കുന്ന് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ നർത്തകന്മാർ ഭണ്ഡാര വീട്ടിലേക്ക് തിരിച്ചെഴുന്നള്ളുന്നു. കമ്പയും കയറും പുലർച്ചെ തന്നെ ഭണ്ഡാര വീട്ടിൽ കൊണ്ടുവയ്ക്കുന്നു. അന്ന് വൈകുന്നേരം തൃക്കണ്ണാട് നിന്നും കൽപ്പിച്ചു നൽകിയ ഓലയും മുളയും ചേർത്ത് ആനപ്പന്തൽ കയറ്റുന്നു. രാത്രി 9 മണിയോടെ ഭണ്ഡാര വീട്ടിൽ നിന്നും കമ്പയും കയറുമായി പാലക്കുന്ന് മേലെ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്നു. അടിച്ചുതള്ളി ശുദ്ധികലശം കഴിഞ്ഞ് രാത്രി 12 മണിയോടെ പാലക്കുന്ന് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഭരണി മഹോത്സവത്തിന് കൊടിയേറുന്നു. തൃക്കണ്ണാട് ഉത്സവം കൊടിയിറങ്ങി പാലക്കുന്ന് ഉത്സവ കൊടിയേറ്റമായി.
തുടർന്നുള്ള ദിവസങ്ങളിൽ യഥാക്രമം ഭൂതബലി, താലപ്പൊലി, ആയിരത്തിരി മഹോത്സവം എന്നിങ്ങനെ 5 ദിവസം നീളുന്ന ഉത്സവമാണ്. കൊടിയേറ്റ ദിവസത്തെ ഭൂതബലി ഉത്സവം ദണ്ഡൻ ദേവന്റെ ഉത്സവമാണ്. ഈ ദിവസത്തെ പ്രധാന ചടങ്ങാണ് ഭൂതബലിപ്പാട്ട്. താലപ്പൊലി ഉത്സവം ഇളയ ഭഗവതിയുടെ ഉത്സവമാണ്. പുലർച്ചെ 4:30 താലപ്പൊലി. പ്രാർത്ഥന നേർന്ന ബാലികമാർ എഴുന്നള്ളത്തിന്റെ ഭാഗമായി ക്ഷേത്രം വലം വെച്ച് നീങ്ങുന്ന അപൂർവ ദൃശ്യം താലപ്പൊലി ഉത്സവത്തിന്റെ പ്രധാന ആകർഷണമാണ്. ആയിരത്തിരി മഹോത്സവം മൂത്ത ഭഗവതിയുടെ ഉത്സവമാണ്. ദാരികാസുരവധം കഴിഞ്ഞുള്ള ദേവിയുടെ വിജയാഘോഷങ്ങളുടെ അനുസ്മരണമാണത്രേ ആയിരത്തിരി മഹോത്സവം. ഉത്സവനാളിൽ ഒരു ദിവസം സമൂഹ സദ്യ ഉണ്ടായിരിക്കും. ക്ഷേത്രസന്നിധിയിൽ ഉത്സവത്തിന്റെ ഭാഗമായ കളം മായ്ക്കൽ ചടങ്ങിനു വേണ്ടി കളം വരയ്ക്കൽ തുടങ്ങുന്നു. അരിപ്പൊടി, കരിപ്പൊടി, മഞ്ഞപ്പൊടി, കുങ്കുമം, പലതരം സസ്യങ്ങൾ പൊടിച്ച പൊടി എന്നിവ കൊണ്ടാണ് കളം നിർമ്മിക്കുന്നത്. വളരെ ജാഗ്രതയോടും ശ്രദ്ധയോടും കൂടി അനേകം നാഴികകൾ കൊണ്ടാണ് കളം പൂർത്തിയാക്കുന്നത്. ഈ കളം മായ്ക്കൽ ചടങ്ങ് ഒരിക്കലും നാഗകളമ്പാട്ടോ നാഗാരാധനയോ അല്ല. ദാരികനെ വധിക്കുന്ന ഒരു രംഗമാണ് ഈ കളം മായ്ക്കൽ നൃത്തച്ചുവട് കൊണ്ട് സങ്കല്പിക്കുന്നത്. കളം മായ്ക്കുന്ന ഈ ചടങ്ങിന് ഒരു ഐതിഹ്യമുണ്ട്. ദാരികാസുരനുമായി ചീറുമ്പ പൊരിഞ്ഞ യുദ്ധം നടക്കുമ്പോൾ ഒരു തരത്തിലും ദാരികാസുരന് രക്ഷ നേടാനുള്ള പഴുതില്ലാത്ത അവസ്ഥ വന്നു. അപ്പോൾ പല വേഷങ്ങളിലും പല സ്ഥലങ്ങളിലും ഒളിച്ച് രക്ഷ നേടാൻ ശ്രമിച്ചു. പലതരത്തിലും രക്ഷ നേടാൻ കഴിയില്ല എന്ന അവസ്ഥ വന്നപ്പോൾ ദാരികൻ ഒരു വേല ചെയ്തു. ദാരികൻ ഒരു തലയുള്ള നാഗത്തിന്റെ രൂപം പൂണ്ട് ഒളിച്ചു നിന്നു. ഈ രൂപം ദേവിയുടെ വാഹനമായ വേതാളം കണ്ടുപിടിച്ച് ദേവിക്ക് കാട്ടിക്കൊടുത്തു. വീണ്ടും നാഗമാകുന്ന ദാരികനെ ദേവി നേരിട്ടപ്പോൾ 2 തലയുള്ള നാഗമായി ഒളിച്ചു നോക്കി. പഴയതുപോലെ കണ്ടുപിടിച്ച് ദേവിക്ക് കാട്ടിക്കൊടുത്തു. വീണ്ടും നാഗമാകുന്ന ദാരികനെ ദേവി നേരിട്ടപ്പോൾ 2 തലയുള്ള നാഗമായി ഒളിച്ചു നോക്കി. പഴയ പോലെ കണ്ടുപിടിച്ചപ്പോൾ 3 നാഗമായി ഒളിച്ചു നോക്കി. ഇതും കണ്ടുപിടിച്ചു. ദേവിയും പരിവാരങ്ങളും കോപത്തോടെ ചാടി വീണ് ദാരികനാകുന്ന നാഗത്തിന്റെ പുറത്ത് താണ്ഡവമാടുന്നു. വീണ്ടും ഒരു രൂപമാറ്റത്തിനിടം നൽകാതെ ദേവി അവിടെ വെച്ച് ദാരികാസുരനെ നൃത്തം ചെയ്ത് താണ്ഡവമാടി വധിക്കുന്നു. എന്നേക്കുമായി ദാരികൻ വധിക്കപ്പെടുന്നു. ഇതിന്റെ സ്മരണാർത്ഥമാണ് ഉത്സവ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാർ കളം മായ്ക്കൽ അഥവാ ചുവടുമായ്ക്കൽ എന്ന ഈ ചടങ്ങ് നടത്തുന്നത്. 3 ദിവസങ്ങളിലായി ഈ അനുഷ്ഠാനം നടന്നുവരുന്നു. 1-ാം ദിവസം 1 തലയുള്ള നാഗക്കളവും, 2-ാം ദിവസം 2 തലയുള്ള നാഗക്കളവും, 3-ാം ദിവസം 3 തലയുള്ള നാഗക്കളവും വരയ്ക്കുന്നു. അന്നന്നത്തെ ഉത്സവ സമാപ്തിയിൽ അന്നന്ന് ഈ നാഗരൂപത്തെ വാദ്യമേളത്തിന്റെ താളത്തിനൊത്ത് പ്രത്യേക നൃത്തച്ചുവടോടെ ചവിട്ടി മായ്ച്ചു കളയുന്നു. മൂത്ത ഭഗവതി, ഇളയ ഭഗവതി, ദണ്ഡൻ, കണ്ടാകർണൻ, വിഷ്ണുമൂർത്തി എന്നിവരുടെ ആയത്താർമാരാണ് ഈ ചടങ്ങ് ചെയ്യുന്നത്. നൃത്തച്ചുവട് കഴിഞ്ഞ ശേഷം കളം മായ്ച്ചുണ്ടാകുന്ന പൊടി മിശ്രിതം ഭക്തന്മാർ മത്സരിച്ചു വാരിയെടുത്ത് അവരുടെ ഭവനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. പല മാറാരോഗങ്ങൾക്കും ഭൂതപ്രേത പിശാചുക്കളുടെ ഉപദ്രവത്തിനും ഇത് സിദ്ധൌഷധമായി കരുതുന്നു. ദേവീദേവന്മാരുടെ പാദങ്ങൾ പതിഞ്ഞതുകൊണ്ടും വളരെ പരിപാവനമായതുകൊണ്ടുമായിരിക്കാം ഇതൊരു സിദ്ധൌഷധമായി കരുതപ്പെടുന്നത്. കുംഭത്തിലെ ഈ ഉത്സവം ഗംഭീരങ്ങളിൽ ഗംഭീരമാണ്. 5 ദിവസത്തെ ഉത്സവത്തിലെ ഏറ്റവും പ്രധാന ദിവസം ആയിരത്തിരി മഹോത്സവ ദിവസമാണ്. ഈ ദിവസമാണ് കാഴ്ച സമർപ്പണവും വെടിക്കെട്ടും. ക്ഷേത്രസന്നിധിയിലെത്തുന്ന തിരുമുൽ കാഴ്ചകളും കാഴ്ച സമർപ്പണ കമ്മിറ്റിക്കാരുടെ വൈവിധ്യമാർന്ന വെവ്വേറെ വെടിക്കെട്ടുകളും ഉണ്ടാകും. ഇത് കാണാൻ അന്യദേശത്തു നിന്ന് പോലും ജനം ഇവിടേക്ക് ഒഴുകിയെത്തുന്നു. വർഷവും മിനിമം 4 കാഴ്ചയെങ്കിലും ഉണ്ടാകും. ചില വർഷം എണ്ണം കൂടും. 15ഓളം കാഴ്ച സമർപ്പണ കമ്മിറ്റികളുണ്ട്. കാഴ്ച സമർപ്പണം നടത്തിയാൽ കമ്മിറ്റി വക പ്രത്യേകം വെടിക്കെട്ടുകളും ഉണ്ടാകും. ഉദുമ പടിഞ്ഞാറേക്കര തിരുമുൽ കാഴ്ച, അരവത്ത് കളിങ്ങോം പ്രദേശ തിരുമുൽ കാഴ്ച, പള്ളിക്കര തണ്ണീർപ്പുഴ തിരുമുൽ കാഴ്ച, മംഗലാപുരം തിരുമുൽ കാഴ്ച എന്നിങ്ങനെ പോകുന്നു. അവ സ്ഥിരം കാഴ്ച സമർപ്പണം നടത്തുന്നത് ഉദുമ പടിഞ്ഞാറേക്കരയും പള്ളിക്കര തണ്ണീർപ്പുഴയുമാണ്. മറ്റുള്ളവർ കൊല്ലങ്ങൾ ഇടവിട്ട് കാഴ്ച സമർപ്പണം നടത്തുന്നു. വർണ്ണാഭമായ താലപ്പൊലി മുത്തുകുടകൾ കൊണ്ടും പുഷ്പാലങ്കൃതമായ മണ്ഡപം കൊണ്ടും അത്യാകർഷകമായ വൈദ്യുത പ്രഭാവലികൾ കൊണ്ടും
നിശ്ചല ദൃശ്യങ്ങൾ കൊണ്ടും വ്യത്യസ്തത പുലർത്തുന്ന കാഴ്ചകളും വ്യത്യസ്തങ്ങളായ കിടിലൻ കരിമരുന്ന് പ്രയോഗവുമാണ് ഭരണി മഹോത്സവത്തിൽ ആയിരത്തിരി മഹോത്സവത്തിനുള്ള ഒരു പ്രത്യേകത. 5 പവൻ സ്വർണത്തിന്റെ താലിപ്പതക്കം കാഴ്ചവസ്തുവായി സമർപ്പിക്കുന്നു എന്ന പ്രത്യേകത മംഗലാപുരം തിരുമുൽക്കാഴ്ചയ്ക്കുണ്ട്. തിരുമുൽക്കാഴ്ച ദിവസം വൈകുന്നേരമായാൽ ജനപ്രവാഹം കാരണം കാഞ്ഞങ്ങാട് നിന്നും ചന്ദ്രഗിരി വഴി കാസർഗോഡ് പോകുന്ന ഈ റോഡിൽ കൂടി വാഹനം പോകാൻ സാധിക്കാറില്ല. ജനപ്രവാഹത്തിന്റെ തിരക്ക് പള്ളിക്കര മുതൽ കളനാട് വരെ ഉണ്ടാകും. ഇളം കാറ്റ് തഴുകുന്ന സമുദ്രം പോലെ ഈ ജനസമുദ്രം ഒരു മഹാസംഭവം തന്നെയാണ്. ആയിരത്തിരി മഹോത്സവ ദിവസം കാഴ്ച സമർപ്പണവും വെടിക്കെട്ടും കഴിഞ്ഞ് പുലർച്ചെ 2:30 ഉത്സവബലി കഴിഞ്ഞ് 4 മണിക്ക് ആയിരത്തിരി മഹോത്സവത്തിലെ അർത്ഥവത്തായ സംഭവം നടക്കുകയാണ്. 1000 ദീപങ്ങൾ ഒന്നിച്ചു കത്തുന്ന ആ ധന്യമുഹൂർത്തം. 1000 കാതം നടന്നും ആയിരത്തിരി കാണണം എന്ന പഴമൊഴി അന്വർത്ഥമാക്കുന്ന തരത്തിൽ ആയിരത്തിരി ഉത്സവ ദിവസം ക്ഷേത്ര പരിസരം ഭക്തജനസമുദ്രമായി മാറുന്നു. ഇത് കഴിഞ്ഞ് രാവിലെ 6:30 ഉത്സവ സമാപനം കൊടിയിറക്കം നടക്കുന്നു. കൊടിയിറക്കം കഴിഞ്ഞ് മേലെ ക്ഷേത്രത്തിൽ നിന്ന് ഭണ്ഡാര വീട്ടിലേക്കുള്ള തിരിച്ചെഴുന്നള്ളത്തോടുകൂടി ഉത്സവം സമാപനം കുറിക്കുന്നു. പാലക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ ഭരണി ഉത്സവത്തിന് എത്തുന്നവർ പലരും ഈ കുട്ടിയെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ ഈ കുട്ടിയെക്കുറിച്ച് അറിയുന്നവർ കുട്ടിയെ കാണുമ്പോൾ കൈകൂപ്പുന്നു. ഇത് കണ്ട് എന്തതിശയം എന്ന് തോന്നിയേക്കാം. ഭരണി മഹോത്സവ കൊടിയേറ്റം മുതൽ ഭരണി നക്ഷത്രക്കാരിയായ ഒരു പെൺകുട്ടിയുടെ സാന്നിധ്യത്തിലാണ് ഉത്സവ കർമ്മങ്ങളെല്ലാം നടക്കുക. ദേവിയുടെ പ്രതീകമായി കൽപ്പിച്ച് ഒരു പെൺകുഞ്ഞിനെ ഭരണിക്കുഞ്ഞാക്കുന്ന അപൂർവ ചടങ്ങിന്റെ ഭാഗമാണ് ഈ കുട്ടി. 5 ദിവസം ഉത്സവ എഴുന്നള്ളത്തോടൊപ്പം കാണുന്ന ഈ ബാലിക ഭരണിക്കുഞ്ഞി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഒരു കുഞ്ഞു ദേവീ ചൈതന്യം. പാലക്കുന്നിൽ ഉത്സവം കുംഭത്തിലാണ് തുടങ്ങുന്നത്. എന്നാൽ ഭഗവതിയുടെ നക്ഷത്രം മീനത്തിലെ ഭരണിയാണ്. ഇതിന് പരിഹാരമായിട്ടാണ് ഭരണി നക്ഷത്രത്തിലുള്ള കുഞ്ഞിനെ ദേവിയായി സങ്കൽപ്പിച്ച് ചടങ്ങുകൾ നടത്തുന്നത്. ഓരോ ഉത്സവത്തിനും ഓരോ കുട്ടിയെ കണ്ടെത്തുകയാണ് പതിവ്. ദേവിയുടെ നക്ഷത്രമായ ഭരണി നക്ഷത്രത്തിൽ പിറന്ന 5-നും 10-നും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടിയെ കണ്ടെത്തി ഉത്സവം തുടങ്ങുന്ന ദിവസം ഭണ്ഡാര വീട്ടിലിരുന്ന് സ്ഥാനികളെല്ലാവരും ചേർന്ന് കുഞ്ഞിന്റെ തലയിൽ അരിയും പ്രസാദവുമിട്ട് പൂജിച്ചാണ് ഭരണിക്കുഞ്ഞായി മാറ്റുന്നത്. കൊടിയേറ്റം മുതൽ ഉത്സവം കഴിഞ്ഞ് ഭണ്ഡാര വീട്ടിലേക്ക് തിരിച്ചെഴുന്നള്ളത്തുവരെ എല്ലാ ചടങ്ങിനും പൂജാരിക്കൊപ്പം കുഞ്ഞുണ്ടാകും. ക്ഷേത്രത്തോട് ചേർന്നൊരുക്കിയ പ്രത്യേക സ്ഥലത്താണ് ഭരണിക്കുഞ്ഞ് താമസിക്കുക. പാലക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവം കുംഭത്തിലാണ് തുടങ്ങുന്നത്. തൃക്കണ്ണാട് ആറാട്ട് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഇവിടെ കൊടിയേറുന്നു. കൊടിയേറുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഭരണി ദേവിയുടെ സങ്കല്പമായിട്ട് പ്രതീതിയായിട്ടൊരു ഭരണിക്കുഞ്ഞി, ഭരണി നക്ഷത്രമുള്ളൊരു ഒരു ബാലികയെ കാലേക്കുട്ടി അച്ഛന്മാർ അരിയിട്ട് അരിയും കുറിയിട്ട് ഇവിടെ നിശ്ചയിക്കും. ദേവിയായിട്ട് സങ്കല്പിച്ചിട്ടാണ് ഭരണി കൊടി കയറലും കൊടി അവസാനിക്കുന്നതുവരെ ഭരണിക്കുട്ടി ക്ഷേത്രത്തിൽ തന്നെ വ്രത നിഷ്ഠയോടുകൂടി അച്ഛന്മാരെ പോലെ തന്നെ നിൽക്കേണ്ടതുമാണ്. മറ്റൊരു ഉത്സവമാണ് പൂരമഹോത്സവം. മീനമാസത്തിലെ കാർത്തിക നാളിൽ പൂരമഹോത്സവത്തിന് കുലകൊത്തൽ ചടങ്ങ് നടക്കും. മകയിരം രാത്രി മുതൽ 7 ദിവസമാണ് പൂരോത്സവം. പൂവിടലും പൂരക്കളിയും ഉണ്ടാകും. നിശ്ചയിക്കുന്ന ചില വർഷങ്ങളിൽ മറത്തുകളിയും ഉണ്ടാകാറുണ്ട്. 7-ാം ദിവസം പൂരം കുളിയോടുകൂടി ഉത്സവം സമാപിക്കും. പൂരോത്സവാനന്തരം ഭണ്ഡാര വീട്ടിൽ സാന്നിധ്യം നൽകിയിട്ടുള്ള മൂവാളംകുഴി ചാമുണ്ടി, പടിഞ്ഞാറ്റ ചാമുണ്ടി, വിഷ്ണുമൂർത്തി തുടങ്ങിയ തെയ്യക്കോലങ്ങൾ കെട്ടിയാടിക്കാറുണ്ട്. കാസർഗോഡ് ജില്ലയിൽ ഉദുമ ഗ്രാമപഞ്ചായത്തിൽ മെയിൻ റോഡിനോട് ചേർന്നാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പാലക്കുന്ന് ശ്രീഭഗവതി ക്ഷേത്രത്തിലേക്ക് എത്തിപ്പെടാൻ കാഞ്ഞങ്ങാട് നിന്ന് ചന്ദ്രഗിരി വഴി കാസർഗോഡ് പോകുന്ന ബസ്സിൽ കയറണം. പാലക്കുന്ന് ഇറങ്ങാം. കാഞ്ഞങ്ങാട് നിന്ന് 13 കിലോമീറ്റർ ദൂരം, പാലക്കുന്നിൽ നിന്ന് കാസർഗോഡേക്ക് 10 കിലോമീറ്റർ ദൂരം. കാഞ്ഞങ്ങാട് കാസർഗോഡ് റോഡിനിടയിൽ ചന്ദ്രഗിരി വഴി ടൗൺ ടു ടൗൺ സൂപ്പർഫാസ്റ്റ് ബസ്സിന് പാലക്കുന്നിൽ മാത്രമേ സ്റ്റോപ്പുള്ളൂ. ട്രെയിനാണെങ്കിൽ കാഞ്ഞങ്ങാട് കാസർഗോഡിനിടയിലുള്ള കോട്ടിക്കുളം സ്റ്റോപ്പിൽ ഇറങ്ങണം. ദിവസവും തെക്കോട്ടും വടക്കോട്ടുമായി 6 വീതം ട്രെയിൻ ഇവിടെ നിർത്തുന്നുണ്ട്. ഭരണി ഉത്സവത്തിന് പരശുറാം എക്സ്പ്രസിന് ഇവിടെ പ്രത്യേക സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട്. പാലയും കുന്നും ചേർന്ന് പാലക്കുന്നെന്നറിയപ്പെടുന്ന ചരിത്രമുറങ്ങുന്ന ഈ മണ്ണിൽ പാലക്കുന്ന് ശ്രീ ഭഗവതി അമ്മയുടെ ചൈതന്യം കൊണ്ട് ഐശ്വര്യവും സമൃദ്ധിയും നാൾക്കുനാൾ പെരുകുമാറാകട്ടെയെന്നും ശക്തവും സംഘടിതവുമായ
സമുദായ മൈത്രിയോടുകൂടി ജാതിയുടെയും മതത്തിന്റെയും സ്പർദ്ധയില്ലാതെ സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ശാന്തിയുടെയും വിളക്ക് തെളിയുമാറാകട്ടെ എന്നും പ്രാർത്ഥിക്കാം. ഓം ശാന്തി ശാന്തി ശാന്തി.